ഈ പശ്ചിമേഷ്യയിൽ സമാധാനം വീണ്ടും വളരെ അകലെയാകുന്നു. മാത്രമല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൂടുതലാകുന്നു. ഏത് സമയവും ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. അതേ ഓരോ ദിവസവും എഴുന്നേറ്റ് നിന്ന് ഓരോ കാര്യം പറയുന്നതുകൊണ്ട് ലോകം ഇതൊന്നും ഗൗരവമായി എടുക്കുന്നില്ലെങ്കിലും യുദ്ധമേഘങ്ങൾ വീണ്ടും പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. മാത്രമല്ല ഇറാൻ പാർലമെൻറ്റ് മറ്റൊരു നിയമം പാസ്സാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് കോടിക്കണക്കിന് ഡോളർ ഇനാം പ്രതിഫലം പ്രഖ്യാപിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരമൊരു നിയമം ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും അമേരിക്ക ട്രംപിൻ്റെ അവകാശവാദം ഒരു സ്ഥലത്ത്, മറ്റൊരു വശത്ത് കൊലപ്പെടുത്താനുള്ള നിയമസാധുത നൽകുന്ന നിയമം പാസ്സാക്കാൻ പാർലമെൻറ്റ് ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് വിചിത്രമായ ഈ ലോകത്ത് നടക്കുന്നത്? ഗുഡ് മോർണിംഗ്. അത് 5.8 കോടി ഡോളറാണ് ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നതിനായിട്ട് പാരിതോഷികമായിട്ട് അതൊരു നിയമനിർമ്മാണമായിട്ട് ഇറാൻ പാർലമെന്റ് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഡൊണാൾഡ് ട്രംപിന് ഇതാദ്യമായിട്ട് US സെനറ്റിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു വാർത്തയും വരികയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള US സെനറ്റിൽ 4 ഭരണകക്ഷി സെനറ്റർമാർ അവരുടെ പാർട്ടി ലൈൻ ലംഘിച്ച് ഈ യുദ്ധം കൂടുതൽ അധികാരം പ്രസിഡന്റ് നൽകുന്ന അതൊക്കെ ആ പ്രമേയത്തെ അനുകൂലിച്ചതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായിരിക്കുന്നത്. അതായത് US കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി ഇല്ലാതെ ഇറാന് മേൽ തുടർച്ചയായി സൈനിക ആക്രമണങ്ങൾ നടത്തുവാൻ US പ്രസിഡന്റിന് അധികാരം നൽകില്ലെന്നാണ് സെനറ്റർ ടിം കെയ്നാണ് ഈ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: പ്രമേയം US ജനപ്രതിനിധി സഭ കൂടി പാസാക്കിയാലും ഒരുപക്ഷെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് വീറ്റോ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇറാൻ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കാനും ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ സമ്മർദ്ദം ചെലുത്തുവാനും ഒക്കെ ഇത് വലിയ പങ്ക് വഹിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. 47-നെതിരെ 50 വോട്ടുകൾക്കാണ് ഇത് പാസ്സായത്. ഇതിനു മുമ്പ് ഓർക്കണം 7 തവണ ഡെമോക്രാറ്റുകൾ ഈ പ്രമേയം കൊണ്ടുവന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ശീതയുദ്ധ കാലത്തെ പ്രശസ്തമായ ഡോമിനോ സിദ്ധാന്തം വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറാന്റെ ആണവ മോഹങ്ങളെ ചെറുത്തില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മറ്റ് രാജ്യങ്ങളെയും ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നും അത് ലോകത്തെ ആകെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നാണ് JD വാൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കൻ ഭരണാധികാരികൾ വ്യാപകമായി ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഡൊമിനോ സിദ്ധാന്തം. അതായത് ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് മാറിയാൽ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളും ഈ ഡോമിനോ കട്ടകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി കമ്മ്യൂണിസത്തിലേക്ക് വീഴുമെന്നായിരുന്നു അക്കാലത്തെ US വാദം. ഈ കമ്മ്യൂണിസത്തിന്റെ ഈ വ്യാപനം തടയാൻ വേണ്ടിയാണ് അന്ന് അമേരിക്ക വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്തിയത്. അതേ തന്ത്രമാണ് ഇപ്പോൾ ഇറാന്റെ ആണവ മോഹങ്ങൾ പ്രതിരോധിക്കുവാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെക്കുന്നത്. ഇറാൻ ആണവ ശക്തിയായാൽ സൗദി അറേബ്യ, തുർക്കി, അങ്ങനെ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളും സുരക്ഷ മുൻനിർത്തി ആണവായുധങ്ങളിലേക്ക് തിരിയുമെന്നും അത് ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് JD വാൻസ് വിലയിരുത്തുന്നത്. ഓക്കെ, മധു കൊട്ടാരക്കര, കുടുംബത്തിൻ്റെ വിശേഷമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ 24 ഇന്റർനാഷണൽ നമ്മുടെ യൂട്യൂബിൽ ഇംഗ്ലീഷ് ചാനലിൻ്റെ റിപ്പോർട്ടറായ മധുവിൻ്റെ മകൾ കൂടിയായ അമ്മു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു എന്നുള്ള വിവരം കൂടി നമുക്കൊരു പ്രാദേശിക വാർത്തയാണ്, ഇന്റർനാഷണൽ ന്യൂസ് അല്ല. അപ്പോൾ മധു, അമ്മു ഹാപ്പി ആയിരിക്കുമല്ലോ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അമ്മു ഗ്രാജുവേറ്റ് ചെയ്തത്? ന്യൂജേഴ്സിയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റഡ്ഗേഴ്സിൽ നിന്നാണ് അമ്മ ഗ്രാജുവേറ്റ് ചെയ്തത്. അതായത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപികയുടെ റോളിലേക്കാണ് അമ്മ വരുന്നത്. അവളുടെ ഗ്രാൻഡ് പേരൻസും അത് തന്നെയായിരുന്നു, SKനും അത് തന്നെയായിരുന്നു. തന്നെയല്ല, SKN ഒരു അധ്യാപകർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം SKN തന്നെ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്പീക്കർ രാധാകൃഷ്ണനും ഒക്കെ പറഞ്ഞ് സ്പീക്കർ ആയിരിക്കുമ്പോഴും ആ മാഷേ എന്നുള്ള ആ വിളി, അതിന്റെ ഒരു മധുരം വേറെ ഒരു കരിയറിനും ലഭിക്കത്തില്ല. അതുകൊണ്ട് ഏറെ അഭിമാനമുണ്ട് അമ്മു ആ ഒരു കരിയർ തിരഞ്ഞെടുത്തത്. ഓക്കെ, അമ്മുവിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുക. 24 ഇന്റർനാഷണൽ കൂടുതൽ സജീവമാകാൻ ആവശ്യപ്പെടുക. നമ്മുടെ ലോകമെമ്പാടുമുള്ള ഇംഗ്ലീഷ് പ്രേക്ഷകർക്ക് അതൊരു നല്ല വാർത്തയായിരിക്കും. അമ്മു, നമ്മുടെ അഭിനന്ദനങ്ങൾ 24 ഇന്റർനാഷണലിൻ്റെയും അതുപോലെ 24ൻ്റെയും. നല്ല മിടുക്കിയായിട്ട് വരിക.
അപ്പോൾ ഇനിയിപ്പോൾ മധു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഒരു അധ്യാപകൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ തൊഴിൽ ഈ സമൂഹത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഒരു നഴ്സിൻ്റെ ജോലി പറയും. അത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അധ്യാപകൻ്റെ ജോലിയായിരിക്കും പറയും. മറ്റേതൊരു കമ്മിറ്റ്മെൻറ്റാണ്. കാരണം ഒരു രോഗിയെ പൂർണ്ണമായും പരിചരിക്കുക എന്ന് പറയുന്ന ഒരു നഴ്സിൻ്റെ ജോലി ഒരു കമ്മിറ്റഡ് ജോലിയാണ്. എന്നാൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ഒരു ജനറേഷനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന ഒരു മഹത്തായ ഒരു ഉദ്യമവും ജോലിയും കർത്തവ്യവുമാണ് ഒരു അധ്യാപകൻ്റെ പണി എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യം. അമ്മു ആ വഴിക്ക് പോയി എന്നുള്ളത് സന്തോഷം. പ്രത്യേകിച്ച് വായിക്കാൻ പറ്റാത്തവരും ഒക്കെ ആയിട്ടുള്ള വൈകല്യം ബാധിച്ച ആൾക്കാരെ, കുട്ടികളെ നന്നായി പരിചരിക്കാനുള്ള ശ്രമം നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.